കല്യാണത്തിന് മുമ്പ് വരെ അച്ഛനമ്മമാരെ നോക്കി, കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് നോക്കി. ഹസ്ബൻഡ് നമ്മുടെ അച്ഛനമ്മമാരെ പോലും നമ്മളെ നോക്കുമോ? നോക്കുമെന്നായിരിക്കും അല്ലേ? നോക്കും. പക്ഷെ എന്നായാലും നമ്മൾ പെട്ടെന്ന് ഇത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസ് നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചു തരും അല്ലേ? ഹസ്ബൻഡ് ആണെങ്കിലോ, എന്തിനാ നിനക്കിപ്പോൾ അത്, ഇപ്പോൾ ഉള്ളതൊക്കെ പോരെ എന്നൊരു ചോദ്യവും വരും. അതെന്തുകൊണ്ടാണ് വരുന്നത്? അച്ഛനമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തും അവർ വാങ്ങിച്ചു തരും. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആൾക്ക് ഫാമിലി നോക്കണം, കുട്ടികൾ നോക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തി തരാൻ ആൾക്ക് എപ്പോഴും പറ്റണമെന്നില്ല കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രം മതിയല്ലേ? നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ 1 രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാ ഫാമിലീസിലും ഉള്ളൊരു പ്രോബ്ലമാണ് ഹസ്ബൻഡ് ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഹസ്ബൻഡിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം. അപ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കാം. അതിനു വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, വർക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ്. ഞാനും സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക.